ഒരു മനുഷ്യന്റെ ഭാഗ്യം എന്ന് പറയുന്നത് അയാളെ തേടി വരുന്ന അവസരങ്ങളാ. ആ അവസരങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവരാണ് മിടുക്കരെ. കാലത്തിന്റെ ഒരു പോക്കേ. മണിക്കൂറുകൾക്ക് മുന്നേ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് രമാനിലയത്തിന്റെ വരാന്തയിൽ കരഞ്ഞു തളർന്നിരുന്ന നിന്റെ മുന്നില് ഇപ്പൊ രമാദേവി വെച്ച് നീട്ടിയതേ ലക്ഷ്മി ദേവിയെയാ. ആ ബ്ലാങ്ക് ചെക്കും വാങ്ങി കോടികൾ എഴുതി എടുത്തുകൂടായിരുന്നു നിനക്ക്. നീ ചെയ്തത് തീർത്തും ബുദ്ധിമോശമായി പോയി. പണമില്ലെങ്കിലും മനുഷ്യന് ശവത്തിന്റെ വില പോലും ഇല്ലടി. ഞാൻ ചെയ്തത് ബുദ്ധിമോശമായി പോയെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അഭിമാനവും മനസാക്ഷിയും പണയും വെച്ചുകൊണ്ട് എനിക്ക് പണം നേടണ്ട. സമ്പാദ്യം കൂട്ടിവെക്കേണ്ടതേ ഹൃദയത്തിലാ. അതാ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിനക്ക് തെറ്റി. ബുദ്ധിമാന്റെ ഹൃദയത്തിലല്ല പണം സൂക്ഷിക്കുന്നത്, അവന്റെ കൈകളിലാ. പിന്നെയും വിളിക്കുന്ന തന്നെ ഡിസ്റ്റർബൻസ്. ഹലോ ഹലോ മഹി, എവിടെയാ? ഞാൻ പുറത്താ. എന്താ കാര്യം വെച്ചാ പറ. ഞാനേ ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ചതാ. മഹി എങ്ങോട്ടോ യാത്രയിലാന്ന് തോന്നല്ലോ. ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. മഹി പ്ലീസ് 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 വെക്കല്ലേ. മഹിയുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ മഹിയുടെ ഭാര്യയാവാൻ പോകുന്നവളാ. എന്നോട് കള്ളം പറയുന്നത് മഹിക്കത്ര നല്ലതല്ല. മഹിയുടെ കൂടെ ആരാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ചിന്നു, നിങ്ങളുടെ അടുക്കളക്കാരി. ഹലോ ഹലോ ഫുള്ള് ഉടായിപ്പാണല്ലേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇയാൾക്ക് എന്ത് മനസ്സിലായെന്നാ? മനുഷ്യനെ ഭ്രാന്തെടുപ്പിക്കരുത് വെറുതെ. പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതെന്താ കാട്ടുപോത്തോ? ഞാൻ മുതലാളിയോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഹൃദയത്തിന്റെ ഉടമയാടോ താൻ. കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട്. പിന്നെ എന്താ കുഴപ്പം? അർജുൻ സർ, ഞങ്ങള് പെണ്ണുങ്ങളെ നിങ്ങളെ പോലെ അത്രയ്ക്ക് വിശാലമായിട്ട് ചിന്തിക്കുന്നവരല്ല. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് എന്റേതായ ചിലയിടങ്ങൾ വേണം. സ്വന്തമായൊരു റൂം, സ്വന്തമായൊരു വീട്, സ്വന്തമായൊരു കാറ്, സ്വന്തമായൊരു ഭർത്താവ്, സ്വന്തമായൊരു കുഞ്ഞ്.
ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ വരെ ഇവിടെ യാതൊരു കുഴപ്പമില്ലാതെ കടന്നുപോയി. അധികം വൈകാതെ മഹിയുടെ ഭാര്യയും ഈ വീട്ടിലേക്ക് വരും. അവൾ ഈ വീട്ടില് പലതിലും അധികാരം സ്ഥാപിക്കും. എത്ര നല്ല സ്വഭാവമെന്ന് പറഞ്ഞാലും ചിലപ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ മനസ്സോടെ മുന്നോട്ട് പോവാൻ കഴിഞ്ഞെന്ന് വരില്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങള് തമ്മിലുള്ള തർക്കം നിങ്ങൾ സഹോദരങ്ങളിലും എത്തും. വീട്ടിന്റെ ആകെ താളം തെറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അർജുൻ സാറിന്? ഒരു കൗൺസിലിംഗ് കേൾക്കുന്ന പോലുണ്ട്. ഇത് കൗൺസിലിംഗിനുള്ള സമയമാണോ? നമ്മൾ ബിസിനസ്സിൽ പഠിക്കാറില്ലേ, ടൈമാണ് ഏറ്റവും വില പിടിച്ചതെന്ന്. നഷ്ടപ്പെട്ടു പോയ സമയം അത് എത്ര വില കൊടുത്താലേ തിരികെ കിട്ടൂല. ഈ അമൂല്യ നിമിഷങ്ങൾ നമ്മൾ പാഴാക്കണോ? സർ, ഞാൻ പറഞ്ഞു വന്നത് സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ ഭാഗം വെച്ചില്ലെങ്കിലും സ്വത്തിന്റെ കാര്യത്തില് ഒരു ധാരണയിലെത്തണം. ഈ കമ്പനിയൊക്കെ അർജുൻ സാറ് നോക്കുന്നതാ. അതൊക്കെ സാറിന്റെ പേരിൽ തന്നെ എഴുതി കിട്ടണം. എല്ലാ കമ്പനിയുടെയും ചെയർമാൻ സ്ഥാനത്ത് എന്റെ അർജുൻ സാർ ഇരിക്കുന്നത് ഞാൻ ഇന്നലെയും കൂടെ സ്വപ്നം കണ്ടതാ. കഴിഞ്ഞോ? എങ്കിലേ ആ ലൈറ്റ് അങ്ങ് ഓഫാക്കിയേക്കാം.